എന്റെ പേര് പറയേണ്ട ഈ കഥ പറയുമ്പോഴും എന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ വേനൽ അവധി സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത്. അവധി തുടങ്ങുമ്പോൾ ഞാനും എന്റെ അമ്മാവനും പഴയ ഒരു വീട്ടിലേക്ക് താമസം മാറി. നാട്ടുകാർ എല്ലാവരും അതൊരു ഭൂതവീട് ആണെന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചു. ഭൂതം എന്നൊക്കെ ഇന്നും ഉണ്ടോ എന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യ രാത്രി തന്നെ എന്റെ ധൈര്യം ഒലിച്ചു. വീട് മുഴുവൻ നിശബ്ദം. ഫാൻ കറങ്ങുന്ന ശബ്ദം പോലും ഭയപ്പെടുത്തുന്ന പോലെ തോന്നി. അർദ്ധരാത്രിയിൽ മുകളിലെ മുറിയിൽ നിന്ന് ആരോ നടക്കുന്നതുപോലെ ശബ്ദം. അമ്മാവാ, നിങ്ങൾ ആണോ എന്ന് ഞാൻ വിളിച്ചു. മറുപടി ഇല്ല. വീണ്ടും ശബ്ദം. ഇത്തവണ വേഗത്തിൽ. ഞാൻ പതുക്കെ പടികൾ കയറി. മുകളിലെ മുറിയുടെ വാതിൽ തുറന്ന നിലയിൽ. അകത്ത് ഇരുട്ട്. അപ്പോൾ ഒരു തണുത്ത കാറ്റ് എന്റെ മുഖത്ത് വീശി. എന്റെ ചെവിക്കരികിൽ ആരോ ശ്വാസമെടുക്കുന്ന ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. പെട്ടെന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം. വളരെ താഴ്ന്ന, കരഞ്ഞുകൊണ്ടുള്ള ശബ്ദം. ഇത് എന്റെ വീട് എന്ന് അവൾ പറഞ്ഞു. എന്റെ കാലുകൾ നീങ്ങാതെ നിശ്ചലമായി. അപ്പോൾ അവളെ ഞാൻ കണ്ടു. നീണ്ട മുടി, വെളുത്ത കണ്ണുകൾ, നിലത്ത് തൊടാതെ തൂങ്ങുന്ന ശരീരം. അവളുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി. അവൾ എന്റെ അടുത്തേക്ക് നീങ്ങി. മുറി മുഴുവൻ തണുപ്പ്. ഞാൻ ശ്വാസമുട്ടി. നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ പറഞ്ഞു, ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അപ്പോഴാണ് താഴെ നിന്ന് അമ്മാവൻ വിളിച്ചത്. എന്താ മുകളിലെ? ആ ശബ്ദം കേട്ടതും എല്ലാം അപ്രത്യക്ഷമായി. ഞാൻ ഓടി താഴേക്ക്. അന്നുതന്നെ ഞങ്ങൾ ആ വീട് വിട്ടു. ഇന്നും വേനൽ അവധി വരുമ്പോൾ രാത്രിയിൽ ഒരു ശബ്ദം കേട്ടാൽ ആ വീട്ടിലെ അവളുടെ ചിരി എന്റെ മനസ്സിൽ മുഴങ്ങും. ഭൂതം ഇല്ലെന്ന് ഇനി ഞാൻ പറയില്ല.